നമസ്കാരം. ഒന്ന് രണ്ട് സംശയങ്ങളുടെ ഉത്തരമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അതിലൊരു പ്രധാന സംശയം, ഈ ദുർമരണപ്പെടുന്ന ആത്മാക്കൾ ഈ നെഗറ്റീവ് ശക്തികളുടെ കയ്യിൽ കിട്ടി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്? കാരണം നെഗറ്റീവ് ശക്തികളുടെ കയ്യിലായില്ലേ? ഇതിന്റെ ഉത്തരം, ഈ ദുർമരണപ്പെടുന്ന ആത്മാക്കൾ നെഗറ്റീവ് ശക്തിയുടെ കയ്യിലായില്ലേ എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ആയി എന്നല്ല, കൈക്കകത്തല്ല, അവർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നല്ല, നിയന്ത്രണം അവരുടെ കയ്യിലാണ്. നമുക്കത് പെട്ടെന്ന് പിടിയിട്ടില്ല. ശരീരമൊന്നുമില്ല, മനസ്സിലാക്കണം. എനർജീസുകളാണ്, മനസ്സുകൾ മാത്രമേ ഉള്ളൂ, എല്ലാം മനസ്സുകളേ ഉള്ളൂ. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ മനസ്സ് ടു മനസ്സാണ് കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും ഫോഴ്സ്, ഈ ആത്മാവിനെ ബന്ധിക്കുന്ന ഒരു എനർജി ഈ നെഗറ്റീവ് ശക്തി, അസുര ശക്തിയുടെ കയ്യിലുണ്ട്. മറ്റ് ഡയമെൻഷനിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഉറക്കത്തിലേക്ക് കിടന്ന് നല്ല ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ ആത്മാവിനെ ബന്ധിച്ചിട്ടേക്കുന്നത് കൊണ്ടാണ് ചില നെഗറ്റീവ്സ് നമ്മൾ ആത്മാവിനെ പൂട്ടി അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു എനർജി കൊണ്ട് നമ്മളെ ബന്ധിക്കുന്നത് കൊണ്ടാണ് ചില നെഗറ്റീവ് ശക്തികളൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ കൈയും കാലും അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നത് നമ്മുടെ ആത്മാവ് ആ കണ്ടീഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് സ്റ്റക്കാക്കി എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒന്നും ആരും ഒന്നും പിടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കയ്യോ കാലോ ഒന്നും അനക്കാൻ കഴിയാതെ, വാപോലം തുറക്കാൻ കഴിയാതെ, നിലവിളിക്കാൻ പോലും പറ്റാതെ, അനങ്ങാതെ അന്തം വിട്ട് വെപ്രളം പിടിച്ച് കിടക്കുന്ന അവസ്ഥകൾ പലർക്കും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അനുഭവിച്ചവർക്ക് അത് കറക്റ്റാ മനസ്സിലാവും. ഈ അനുഭവമാണ് ആത്മാവിന് കിട്ടുന്ന അനുഭവം. ഇതിപ്പോ നമ്മൾ ഉറക്കത്തിലായതും 3 ഡയമെൻഷനിലായതുകൊണ്ടും ബോധം പെട്ടെന്ന് വരുന്നത് കൊണ്ടും നമ്മൾ ഉപബോധ മനസ്സ് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവുമ്പോൾ ആത്മാവിന്റെ ആ ഒരു ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. പക്ഷെ രക്ഷപ്പെട്ടിട്ടില്ല. നമ്മുടെ ആത്മാവിനെ അവർ ആ ലെവലിൽ പീഡിപ്പിക്കുകയും ബന്ധിക്കുകയും ചെയ്തിട്ടുകൊണ്ടിരിപ്പുണ്ട്. ഇത് പല ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുറമെ രോഗം വരികയോ പ്രശ്നങ്ങൾ വരികയോ അല്ലെങ്കിൽ പല ഭയങ്കരമായ ക്ഷീണം, കുഴഞ്ഞു വീഴൽ, വെറുതെ നിന്ന് മരിച്ചു, അറ്റാക്കൊക്കെ വന്ന് മരിച്ചു വീഴുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ല. നമ്മൾ ആത്മാവിനെ മറ്റ് ഡയമെൻഷനിലൂടെ ഈ നെഗറ്റീവ് ശക്തികൾ ബ്ലോക്ക് പൂട്ടിക്കളയുന്നുണ്ടോ അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള വഴികൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതൊരു എനർജി വഴിയാണ് സംഭവിക്കുന്നത്. നമുക്കിത് തിരിച്ചറിയാൻ പറ്റൂല. ഇത് ചികിത്സിച്ചാലോ സ്കാൻ ചെയ്താലോ ഒന്നും നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മൾ ആത്മാവ് അനങ്ങാൻ പറ്റാത്ത ലെവലിലാകുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി പല പ്രശ്നങ്ങളും നമുക്ക് ഭൗതികത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതേപോലുള്ള ഈ അനുഭവങ്ങളാണ് മരണശേഷം അനുഭവിക്കുന്നത്. ഇപ്പം ആത്മാവിനെ അവരുടെ നിയന്ത്രണത്തിലാക്കുമ്പോൾ അവർ നിർദ്ദേശിക്കും, നീ ഇന്നത് പോയി ഇന്നത് ചെയ്യ്, നിന്റെ കുടുംബത്തിൽ പോയി ഇങ്ങനെ ചെയ്യ്, നിന്റെ മക്കളെ തന്നെ നീ രോഗമുണ്ടാക്കുക, നിന്റെ മാതാപിതാക്കളെ പോയി നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്സിഡന്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഈ ആത്മാവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വേദന പോലത്തെ ഒരു അനുഭവം ഈ ആത്മാവിന് നിന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അവരിത് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് എങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 3 ഡയമെൻഷനിൽ ഇപ്പൊ നിൽക്കുന്നത്, അനുഭവിച്ചേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ അനുഭവത്തിലൂടെയാണ് ഈ ആത്മാവിന് പീഡനം വരുന്നത്. അപ്പൊ ഈ വെപ്രാളവും പീഡനവും സഹിക്കവയ്യാതെ അവരിത് ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മത്തിന്റെ ഫലമാണ് ഈ ഇവരിലൂടെ ഇങ്ങനെ അനുഭവിക്കുന്നതായി ദൈവത്തിന്റെ അല്ലെ പോസിറ്റീവ് ശക്തികൾ അത് കണക്കാക്കും. കാരണം കർമ്മഫലം അനുഭവിച്ച് തീരണം. ഇപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ തെറ്റി, അതിന്റെ ഫലമായിട്ടാണ് ഈ അലഞ്ഞു തിരിയലും ഈ ഇങ്ങനെയുള്ള പീഡനങ്ങളും മനഃപൂർവ്വം ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇപ്പൊ കരഞ്ഞും കൊണ്ടും വിഷമിച്ചൊക്കെ ആയിരിക്കും അവരിത് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഈ അദൃശ്യ ശക്തികൾ ഏതോ ഒരു അദൃശ്യ വലയത്തിലൂടെ ഇവരെ പീഡിപ്പിച്ചും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഈ ദുർമരണപ്പെടുന്ന ആത്മാക്കൾക്ക് പുനർജന്മം കിട്ടില്ലേ? അറിവ് കിട്ടി, സകലമായ അറിവുകളും കിട്ടി, ശരിയും തെറ്റെല്ലാം മനസ്സിലായി, പ്രകൃതിയുടെ വ്യവസ്ഥകളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ദുർമരണപ്പെട്ട ഒരാൾക്ക് പുനർജന്മം പെട്ടെന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ, അതിലൂടെ അവൻ എന്തൊക്കെ കേട്ടു, എന്തൊക്കെ മനസ്സിലാക്കി, അതനുസരിച്ചാണ് ജന്മം കൊടുക്കാനിരിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ല. ആർക്കും അറിവില്ല, ദൈവിക ജ്ഞാനോ പരിജ്ഞാനോ ഒന്നുമില്ല. എല്ലാവരും ജീവിക്കുന്നത് നമ്മളും ജീവിക്കുന്നു. പക്ഷെ എവിടെയൊക്കെ തെറ്റിപ്പോകുന്നത് കാരണം അവന്റെ ആത്മാവ് ഒത്തിരി പോസിറ്റീവ് ആയത് കാരണം നെഗറ്റീവ് ശക്തികൾ ചിലപ്പോൾ ദുർമരണപ്പെടുത്തിയെന്നിരിക്കും. പക്ഷെ മരിച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത്, അയ്യോ എനിക്ക് പറ്റിപ്പോയി, ഞാനിതൊന്നും അറിഞ്ഞില്ല, ഞാൻ ഈ ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ വ്യവസ്ഥകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ നന്നാവുമായിരുന്നു, എനിക്ക് മാനസാന്തരം അല്ലെ പശ്ചാത്താപം വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് ഈ പുനർജന്മം കൊടുക്കുന്നത്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനെ മരിച്ച ഒരു ആത്മാവിനെ അങ്ങനെ നിലവിളിക്കാൻ ഓപ്ഷൻ ഇല്ല. കാരണം എല്ലാം അറിഞ്ഞും കൊണ്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊന്നും അല്ല എന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് അവന് ബോധിച്ചതുപോലെ ഭൗതിക സുഖത്തിലും നേട്ടത്തിലും ജീവിക്കുകയും. അപ്പൊ അങ്ങനെ വരുന്നവന് ഒരു ദുർമരണപ്പെട്ട അവരുടെ കയ്യിൽ തന്നെ വിട്ടുവിടും. കാരണം ആവശ്യമില്ല, കാരണം അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ട് വഴിതെറ്റി പോകുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പുനർജന്മം ഇല്ല, അല്ലെങ്കിൽ കിട്ടും. അതേപോലെ തന്നെ ഈ ഭക്തിയിൽ ഒരുപാട് ഭക്തി കയറിയിട്ട് മറ്റ് അദൃശ്യ ശക്തികളുടെ പിറകെയും ഇത്
ദുർമന്ത്രവാദത്തിന്റെ പുറകെയൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇതേപോലെ നോക്കും, ഇത് തെറ്റാണ്, അല്ലെ ദൈവത്തിന്റെ നേരായ മാർഗമല്ല എന്ന അറിവ് കിട്ടിയിട്ടാണോ പോകുന്നത് കാര്യം സാധിക്കാൻ വേണ്ടി. ഇത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ മറ്റേ അദൃശക്തികൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ മനസ്സ് കംപ്ലീറ്റ് വായിച്ച് ചിന്തകളും അവന്റെ ഉള്ളിലിരിപ്പൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് ഒരു വ്യക്തിയുടെ മനസ്സ് നോക്കി ഇത് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല. ഈ വ്യക്തി അറിഞ്ഞിട്ട് ഇങ്ങനെ പോണതാണോ, അറിയാതെ ഭക്തിപൂർവ്വം ദൈവം തന്നെ എന്നെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ പുറകെ പോകുന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അറിഞ്ഞുകൊണ്ട് പോയാലും ശരി, അറിയാതെ പോയാലും ശരി, നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയാൽ ഈ കർമ്മം തെറ്റിയതിന്റെ ഫലമായി കുറെ നാൾ അവരുടെ കയ്യിൽ കിടന്ന് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തോട് നിലവിളിക്കും, എനിക്ക് അടുത്ത ജന്മം താ, എനിക്ക് ജയിച്ചു വരണം, എനിക്ക് ദൈവത്തോട് എത്തണം, എനിക്ക് പോസിറ്റീവിലോട്ട് എത്തണം എന്ന് കരഞ്ഞ് വിളിക്കുമ്പോൾ അവന്റെ മനസ്സ് നോക്കി നേരായ നിലവിളിയാണെങ്കിൽ പുനർജന്മം കൊടുക്കും, ഇല്ലെങ്കിൽ ആ മറ്റ് ഡയമെൻഷനിൽ തന്നെ നിത്യമായ അനുഭവത്തിലേക്ക് അതിനെ വിട്ടുകളയും. പിന്നെ ഒരു ചോദ്യം വന്നത്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, സത്യം, നീതി, ധർമ്മം, ന്യായം, ദയ ഇതെല്ലാം പാലിക്കുന്നുണ്ട്. അങ്ങനെ പാലിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി പോകുന്ന ഒരു വ്യക്തി നോൺ വെജ് കഴിച്ചാൽ, മാംസാഹാരങ്ങൾ കഴിച്ചാൽ അവന് പോസിറ്റീവിലേക്ക് പോകാൻ കഴിയില്ലേ? പോസിറ്റീവിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു ലെവല് കഴിഞ്ഞാൽ, ഈ മരണത്തിന് മുന്നോ എപ്പോഴെങ്കിലും അവൻ ഈ ആഹാരത്തോടുള്ള ഒരു വിരക്തി വന്നിരിക്കും. പോസിറ്റീവിലോട്ട് പോകേണ്ട ആത്മാവാണെങ്കിൽ, ബാക്കി ഭാഗങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഈ ഭാഗവും യാന്ത്രികമായി അവന്റെ ആത്മാവിലൂടെ റിജക്ഷൻ വന്നിരിക്കും. ഒന്നുകിൽ എന്തെങ്കിലും ബിപിയോ കൊളസ്ട്രോൾ എന്തെങ്കിലും കൂടെ കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ലെവലിലോ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ഈ എന്തെങ്കിലും രോഗങ്ങളിലുള്ള സാഹചര്യത്തിലൂടെയോ എങ്ങനെയെങ്കിലും ഇത് നിർത്തലാക്കിക്കും. ഇത് ഒന്നും അല്ലെങ്കിൽ പോലും മരണത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലോട്ട് വെറും കഞ്ഞിയോ പയറോ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിച്ച് കിടക്കുന്ന കുറച്ച് നാളെങ്കിലും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ആക്കിയിട്ട് ഈ ആത്മാവിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകും. അല്ലാതെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മാംസം കഴിച്ചും കൊണ്ട് നല്ല രീതിയിൽ മരിച്ചു പോകുന്ന ഒരു ആത്മാവ് പോസിറ്റീവിലേക്ക് പോകില്ല. ഇതിന്റെ ഭാഗമായിട്ട് ചില കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഈ മൃഗത്തിന്റെ നെഗറ്റീവ് എനർജി അവൻ അനുഭവിച്ചിട്ടുണ്ട്. ആ മൃഗം മരണോപ്രവം കാണിക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്ന എനർജി ഈ വ്യക്തിയിലേക്ക് എന്തായാലും വന്നിരിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ചില കഷ്ടങ്ങൾ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ച് തീർത്തിട്ട് ചിലപ്പോൾ അടുത്ത ജന്മം കൊടുക്കും, ചിലപ്പോൾ ഇത് അനുഭവിച്ച് തീർന്നതിന് ശേഷം പോസിറ്റീവിന്റെ ഏതെങ്കിലും ഭാഗത്തോട്ട് പോകും. അല്ലാതെ പോകൂല. എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നിരിക്കും. പിന്നെ ഒരു ചോദ്യം വന്നത്, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾ, ഇപ്പൊ മാതാപിതാക്കളാണെങ്കിലും കുടുംബത്തിലെ വേറെ ആരെങ്കിലും, അവർക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടോ? ഇവര് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ മറ്റ് വ്യക്തികളെ, ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ തെറ്റായ രീതിയിൽ ജീവിച്ച വ്യക്തിയായിരിക്കാം, ഇല്ലെങ്കിൽ വഴിതെറ്റിപ്പോയി അസുരന്മാരുടെ കയ്യിൽ അകപ്പെട്ടതായിരിക്കാം, അവർ മരണപ്പെട്ടു. അപ്പം അവർ ഈ ആത്മാവിനെ വെച്ച് കുടുംബത്തിലെ ബാക്കിയുള്ളവരായിട്ട് ദ്രോഹിച്ച് അവർ എൻജോയ്മെന്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലേ? പിന്നെ പിതൃക്കളായിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ ബലിയും കർമ്മങ്ങളൊക്കെ കറക്റ്റ് ചെയ്താൽ അതിൻ്റെതായ ഫലമില്ലേ? ഇങ്ങനെയൊക്കെ ഒരു ചോദ്യമുണ്ട്. ഇതിലെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, സൃഷ്ടാവാൻ ദൈവമായിട്ട് ഒരാൾക്കൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിച്ച ആളാണെങ്കിലും അയാൾക്ക് സൃഷ്ടാവാൻ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വന്നു. എന്തെങ്കിലും ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു, ഉള്ളിൽ നിന്ന് കിട്ടുന്നു, കാഴ്ചകൾ കാണുന്നു. ആ ഒരു ലെവലിൽ നമ്മൾ എത്തണം. പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് അവൻ മാക്സിമം ജീവിക്കണം. കാരണം ഒറ്റ സ്റ്റെപ്പിൽ ഇത് കേട്ട ഉടനെ ആർക്കും പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് നാളെ മുതൽ അങ്ങ് മാറാൻ വിചാരിച്ചാൽ പാടാണ്. സാഹചര്യങ്ങളൊന്നും അങ്ങനെയല്ല. പക്ഷെ അതിനുവേണ്ടി ഉള്ളിൽ അതിയായി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് 100% ഫലമുണ്ട്. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയുടെ ആ ലെവലിൽ നിൽക്കുന്ന, ഇതും ഞാൻ നേരത്തെ പറയുന്നത് പോലെ മനസ്സ് നോക്കിയാണ് ഇവിടെ ഫലം. അങ്ങനെയാണേ എന്ന് ബാദർന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിന്റെ ഉള്ളിൽ നോക്കും. ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനത്തെ തീക്ഷ്ണമായ ആഗ്രഹവും അവന്റെ ലക്ഷ്യബോധവും ഉണ്ടോ, അതിനുവേണ്ടി അവൻ കഠിനമായി ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അവൻ ഈ മറ്റ് ഡയമെൻഷനിലുള്ള ഒരു പ്രൊമോഷൻ ആ ആത്മാവിനുണ്ട്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഈ ബലി കർമ്മം ഇങ്ങനെയുള്ള ഈ ചടങ്ങുകൾ ചെയ്യേണ്ട പകരം ഈ രീതിയിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിൽ എനർജി സപ്ലൈയും ആ പ്രകൃതിയിൽ നിന്ന് എനർജി എടുക്കുന്ന ലെവലിൽ എനർജി ഫീലും ഇതൊക്കെ അവർക്ക് അനുഭവിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശരീരത്തിലൊക്കെ ഇത് അനുഭവിക്കുന്ന ലെവലിലേക്ക് എത്തുന്നവർക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ട പുറമേ ഉള്ളതിന്റെ ആവശ്യമില്ല. കാരണം മരിച്ചുപോയവരുടെ ഈ ബലിയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ അവർക്ക് ഊർജം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ സൃഷ്ടാവൻ ദൈവമായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ടാക്കി ഊർജം അനുഭവിക്കുന്ന ഒരാൾക്ക് വെറുതെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനുള്ള ഊർജം ഈ
മാതാപിതാക്കൾ അവർക്ക് അത് ലഭിക്കും. അവർ ചടങ്ങുകളുടെ കർമ്മങ്ങളുടെ ആവശ്യത്തിൽ ഇല്ല, പ്രാർത്ഥന മാത്രം മതി, അവിടെ ഫലമുണ്ടായിരിക്കും. അത് ഒരു വശം. മറുവശത്ത് ഈ വ്യക്തി ദൈവത്തിന്റെ റൂട്ടിലേക്ക് എത്തണമെങ്കിൽ, ആ ലെവലിലേക്ക് എത്തിയെങ്കിൽ, ആ മാതാപിതാക്കളിലൂടെ, ആ ഒരു ഗർഭപാത്രത്തിലൂടെയൊക്കെയാണ് ഈ വ്യക്തി ഭൂമിയിൽ വന്നതും ദൈവത്തിന്റെ റൂട്ടിലെത്തിയതും. അപ്പൊ അതിന്റെ ഒരു ഗിഫ്റ്റ് എന്നോണം ഈ വ്യക്തി റൂട്ടിലെത്തുമ്പോൾ ഈ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മാതാപിതാക്കൾക്ക് ഇളവ് ലഭിക്കുകയും ശിക്ഷയിൽ നിന്ന്, കാരണം ഈ കർമ്മം കൊടുക്കുന്നതിന്റെ മെയിൻ കാരണമേ, ബലികളൊക്കെ ചെയ്യുന്നതിന്റെ മെയിൻ കാരണമേ അവർക്ക് കഷ്ടങ്ങളും ശിക്ഷകളും ഒക്കെ അനുഭവിക്കുമ്പോൾ, കർമ്മഫലങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനുള്ള ഊർജം കിട്ടാനാണ് മെയിനായിട്ട് ഈ ചടങ്ങുകൾ ഇവിടെ ചെയ്യുന്നത്, ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ ഊർജം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്കത് ലഭിക്കുകയും ഇളവുകൾ ലഭിച്ച് അവർക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയുണ്ട്. മോക്ഷം അല്ലെങ്കിലും അടുത്ത ജന്മം കൊടുത്ത് ബാക്കി പഠിപ്പിക്കാനായിട്ട് പെട്ടെന്ന് ജന്മം കൊടുക്കും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു വശത്ത് അത് നടക്കും. പിന്നെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ അപേക്ഷിച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കുടുംബത്തിലുള്ള ഒരാൾ ദുർമരണപ്പെട്ടു, ആ ആത്മാവ് ചിലപ്പോൾ നമ്മളെ ശല്യത്തിനായിട്ട് നെഗറ്റീവ് ശക്തികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ നമ്മളെ ശല്യം ചെയ്യാതെ പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ സൃഷ്ടാവായ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനായി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞു. ആ ഒരു പൊസിഷനിലൂടെ ആളെ ഈ നെഗറ്റീവ് ശക്തികൾക്ക് ഈ ആത്മാവിനെ വെച്ച് ശല്യം ചെയ്യാൻ പറ്റൂല. കാരണം അവർക്ക് നമ്മളെ തൊടാൻ കഴിയില്ല. എന്തെങ്കിലും അന്ന് അനങ്ങി വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുകയും നമ്മൾ അപ്പോഴും തന്നെ പ്രാർത്ഥിക്കുകയും അവരത് വിട്ടുമാറിപ്പോവുകയും ചെയ്യും. അവർക്ക് നമ്മളെ മേലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആ ലെവലിൽ എത്തുന്ന വ്യക്തിക്ക് ഇവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. അല്ലാതെ ഉള്ളവർക്ക് അവർക്ക് അത്രയും ആത്മവളർച്ച വരുന്നില്ല, അവർ ദൈവമായിട്ട് കണക്ഷൻ എത്തിയതുമില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ ഫലമായിട്ട് ഈ നെഗറ്റീവ് ശക്തികളുടെ ശല്യം അവർക്ക് വരും. പക്ഷെ ദൈവമായിട്ട് ബന്ധം വരുന്ന ഒരു വ്യക്തിയെ ഇത് ബാധിക്കില്ല. പിന്നെ മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പൊ ദുർമരണപ്പെടുന്ന ആത്മാക്കൾ അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്ന് പറയുന്നുണ്ട്. അത് എത്ര നാൾ അലഞ്ഞു തിരിയും? ചിലർ പറയുന്നു പെട്ടെന്ന് അടുത്ത ജന്മം കിട്ടുമെന്ന് പറയും, ചിലർക്ക് പെട്ടെന്ന് മോക്ഷം കിട്ടുമെന്ന് പറയും, ചിലർ ഒരുപാട് നാൾ ഇവിടെ അലഞ്ഞു തിരിയുമെന്ന് പറയും. ഇത് അവര് ഭൂമിയിൽ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് ഈ അലഞ്ഞു തിരിയലും കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി, ഭക്തി ഉണ്ട്, പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാവാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, പക്ഷെ അറിവില്ല, നെഗറ്റീവിന്റെ കയ്യിൽ വരും. ഈ അസുരന്മാരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എത്രയാണോ അവൻ തെറ്റുകൾ ചെയ്തത് അതനുസരിച്ച് അത്രയും നാള്, ചിലപ്പോൾ തലമുറകളോളം അവന്റെ കുടുംബക്കാരെയൊക്കെ ശല്യം ചെയ്യാനായിട്ട് തലമുറകളോളം അലഞ്ഞു തിരിയേണ്ടി നടക്കേണ്ട ആത്മാക്കളുണ്ട്. കാരണം അത്രയും നെഗറ്റീവായി നിൽക്കുന്നതാണ്. ഇപ്പൊ മെയിനായിട്ട് ഏതെങ്കിലും നെഗറ്റീവ് ശക്തികളെ, ഇപ്പൊ ദുർമന്ത്രവാദം, ആഭിചാരം, ഇതിനൊക്കെ ചെയ്ത് നെഗറ്റീവ് ശക്തികളെ തന്നെ പ്രീതിപ്പെടുത്തി നല്ല സുഖിച്ച് ജീവിച്ച് വരുന്ന വ്യക്തികളെ, യവൻ മണ്ടനായതുകൊണ്ട് യവന്റെ വിചാരം നല്ല സുഖമാണ്, ഭൂമിയിലുള്ള സുഖമല്ലേ, അതേപോലെ ഭാവിയിൽ സുഖം കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെ മറ്റവരെ അവനെ വെച്ച് ചതിക്കുകയായിരുന്നു. ഈ ആഭിചാരവും ദുർമന്ത്രവും കാര്യങ്ങളൊക്കെ ഭൂമിയിൽ കിടന്ന് ചെയ്യുമ്പോൾ ഇതുവഴി കഷ്ടം അനുഭവിക്കുന്ന അനേകരുണ്ട്. ഇപ്പൊ യവനിലൂടെ ഒരുപാട് പേർക്ക് ആഭിചാരമൊക്കെ ചെയ്യുമ്പോൾ പല കുടുംബങ്ങളും നശിക്കുന്നുണ്ട്, പല കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ നെഗറ്റീവ് ശക്തികൾ ഈ പാവപ്പെട്ടവനെ വെച്ച്, ഈ ദുഷ്ടനെ വെച്ച് ഉപയോഗിച്ച് അവരെ എൻജോയ് ചെയ്ത് അവർ ഊർജം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ അറിവില്ലാത്തവനെ അറിഞ്ഞുകൂടാ. ഇവൻ നോക്കുമ്പോൾ എന്താണ്, ദുർമന്ത്രവാദം ചെയ്യുന്നു, ആഭിചാരം ചെയ്യുന്നു, ദുർശക്തികൾ ഇവന് വീട് കൊടുക്കുന്നു, സൗഭാഗ്യം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. പക്ഷെ ഇവനിതിനെ കൊള്ളൂല, അല്ലെങ്കിൽ ഇവനത്തിന് മാനസാന്തരം വരുന്നു, പശ്ചാത്താപം വരുന്നു. അങ്ങനെ ഈ പണിക്ക് ഇനി ഇവനെ പറ്റൂല എന്ന് കാണുന്ന നിമിഷം ഈ നെഗറ്റീവ് അസുരന്മാർ ഇവനെ പുറന്തള്ളും. മാത്രമല്ല ഈ പരിപാടിയൊക്കെ ചെയ്തത് കാരണം ശിക്ഷ എന്നോണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾ ഇവനെ ഏറ്റെടുക്കൂല. ഈ നെഗറ്റീവ് ശക്തികൾ ഇവനെ എടുത്തുകൊണ്ട് പോയതിനു ശേഷം യവന്റെ കുടുംബം മൊത്തം തലമുറകളോളം യവനെ കൊണ്ട് തന്നെ നശിപ്പിച്ച്, ഇതൊക്കെ ഈ നെഗറ്റീവ് അസുരന്മാർ കണ്ട് സന്തോഷിച്ച് ചെയ്യിപ്പിച്ച്, അങ്ങനെ എത്രയോ തലമുറകളോളം വേണമെങ്കിലും ഈ അലഞ്ഞ് തിരിയിപ്പിച്ച് ഇവനായിട്ട് ഉപയോഗിക്കാം. കാരണം അത്രയും തെറ്റുകൾ ചെയ്യുന്നതാണ്. പക്ഷെ ചെറിയ തെറ്റുകൾ ചെയ്തു പോയി, ദൈവം തന്നെയാണ് എല്ലാം എന്ന് മനസ്സിലാക്കി. പക്ഷെ ഏതെങ്കിലും നെഗറ്റീവ് ശക്തികളെയോ അസുര ശക്തികളെയോ ഒട്ടൊക്കെയാണ് ദൈവം എന്ന് വിചാരിച്ച് ട്രാപ്പായി പോയത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവൻ പോസിറ്റീവാണ്. അവരിവനെ ദുർമരണപ്പെടുത്തിയാൽ അധികം നാൾ അലഞ്ഞു തിരിഞ്ഞേണ്ടി വരില്ല. കുറച്ചുനാൾ അലഞ്ഞു തിരിഞ്ഞ് തെറ്റിപ്പോയതിന്റെ ഭാഗമായിട്ട്, ആ കർമ്മത്തിന്റെ ഫലമായിട്ട് കുറച്ചുനാൾ അലഞ്ഞു തിരിഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ ഇതൊരു കർമ്മഫലം തീരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കർമ്മഫലം തീരാനായിട്ട് 3 പ്രധാന മാർഗങ്ങളാണ്. 1 ശാരീരിക പീഡനം, 2 മാനസിക സംഘർഷം, 3 ധനം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം കളയുക. ഇതിൽ ഈ ധനത്തിന്റെ വകുപ്പില്ല. ആത്മാവായി കഴിഞ്ഞാൽ ധനമില്ല. പക്ഷെ ഈ ശാരീരികം, ആത്മശരീരത്തിനുള്ള പീഡനവും മാനസിക സംഘർഷവും അവിടെ ഉണ്ട്. ഇവരിലൂടെ അതാണ് അവൻ അനുഭവിക്കുന്നത്. അത് അനുഭവിച്ചു കഴിയുമ്പോൾ ഈ തെറ്റിപ്പോയ കർമ്മത്തിന്റെ ഫലം തീരുകയും പോസിറ്റീവ് ശക്തികൾ അവനെ ഇവരെ കയ്യിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി പുനർജന്മം കൊടുത്ത് പെട്ടെന്ന് അടുത്ത ജന്മത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ ഭൂമി നിൽക്കുമ്പോൾ ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങളുടെ ഫലമനുസരിച്ചാണ്
ഈ മറ്റ് ഡയമെൻഷനിലുള്ള നരകം എന്ന് പറയുന്ന അദൃശക്തികളുടെ കയ്യിൽ കിടന്ന് എത്രത്തോളം കഷ്ടം അനുഭവിക്കണം, അസുര ശക്തികളുടെ കയ്യിൽ ട്രാപ്പായി കിടന്ന് എത്രത്തോളം അലഞ്ഞു തിരിഞ്ഞ് കഷ്ടം അനുഭവിക്കണം, ഇതെല്ലാം ഭൂമിയിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനപ്പെട്ടാണ് ഇതിന്റെ സമയം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.